സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗർമാരുടെ ഇടയിൽ ഇപ്പോഴത്തെ സംസാരം സഞ്ജു ടെക്കിയാണ്. എന്താ കാര്യം എന്നല്ലേ, പുത്തൻ പുതിയ ടാറ്റ സഫാരി കാർ സ്വിമ്മിംഗ് പൂൾ ആക്കി. 6 സീറ്ററോ 7 സീറ്ററോ ആയിട്ടുള്ള ടാറ്റ സഫാരി കാർ ഫ്രണ്ട് ഹെഡ്രസ്റ്റിന് കയറൊക്കെ വലിച്ചു കെട്ടി ബാക്ക് പോർഷൻ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റുകയാണ്. അല്ല, ഇത് ചെയ്യുന്നേ തെറ്റില്ല. ഇതുമായിട്ട് റോട്ടിലോട്ട് ഇറങ്ങിയതാണ് വിഷയമായത്. ഈ ബുൾജെറ്റിലെ പോലെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോലാഹലമാണിത്. ഈ ബുൾജെറ്റിന്റെ വിഷയത്തിൽ ചാനലുകാർ MED മണ്ടത്തരം കാണിച്ച് അവരെ ഫേമസ് ആക്കുകയാണ് ചെയ്തത്. അവരുടെ ചാനലും ഈ ബുൾജെറ്റും നല്ല രീതിയിൽ ഫേമസ് ആവുകയാണ് ചെയ്തത്. ഒരു മോഡിഫിക്കേഷന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഉടലെടുക്കുന്നത്. ഇതിനകത്ത് അവസാനം ജയിച്ചത് ഈ ബുൾജെറ്റ് തന്നെയാണ്. ആ വടിയിലൂടെ ഈ ബുൾജെറ്റ് ടോപ്പായിട്ട് കയറിപ്പോയി. ഇനിയിപ്പോ സഞ്ജു ടെക്കിയുടെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ കാണും, കൂടുതൽ റീച്ച് ആവുന്നതാണ് പുള്ളി വിചാരിച്ചത്. അല്ല, പുള്ളി കാശ് കൊടുത്ത വണ്ടി, അതിനകത്ത് പുള്ളിക്ക് എന്തും കാണിക്കാം. പക്ഷെ അതുമായിട്ട് റോട്ടിലോട്ട് ഇറങ്ങിയതാണ് വിഷയമായത്. ടർപ്പായിന്ന് വെള്ളം ലീക്കായി എങ്ങനെ ഫ്രണ്ടിലോട്ട് വെള്ളം വരാൻ തുടങ്ങിയോ നടു റോട്ടിൽ നിർത്തി വെള്ളം മൊത്തം കളയുകയാണ് ചെയ്തത്. ഇത് MED കാണുകയും ഇത് കേസ് എടുക്കുകയും ചെയ്തു. അല്ല, ഇത് വീട്ടുമുറ്റത്ത് ഇട്ടാണ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതുമായിട്ട് റോട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് വിഷയമായത്. ആദ്യം നമ്മുടെ വണ്ടിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. പിന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു യന്ത്രമായിട്ട് വണ്ടിയെ കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. പലരും റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് മറന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ യന്ത്രത്തെ സ്നേഹിക്കാൻ പഠിക്കണം. വണ്ടിയെ സ്നേഹിക്കുക, വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളും ഇങ്ങനെ ചെയ്യില്ല. നമ്മളൊക്കെയാണ് ഈ പറ്റിയത് പറ്റി ഇതിൽ നിന്ന് എങ്ങനെ ഊരാമെന്നേ നമ്മൾ നോക്കുകയുള്ളൂ. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉപദേശം പുള്ളി ചിന്തിച്ച് വിവാദത്തിലൂടെ എങ്ങനെ ഫേമസ് ആവാം എന്നാണ്. അത് മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കുറച്ചു പേര് നമ്മുടെ വീഡിയോസ് കാണുകയും വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുകയും അതിലൂടെ നമുക്ക് പൈസ കിട്ടുകയും അപ്പൊ നമ്മുടെ മനസ്സിലൊരു വിചാരം വരും നമ്മൾ എന്തോ ആണെന്ന്. ആ ഒരു അധികാരത്തിന്റെ പുറത്ത് ഇവിടുത്തെ നിയമവും നിയമ സംവിധാനങ്ങളോടും ചില ആൾക്കാരോടൊക്കെ നമുക്ക് പുച്ഛം തോന്നിയേക്കാം. പിന്നെ ഒരു ജാട മനോഭാവമൊക്കെ നമുക്ക് വന്നേക്കാം. എന്തിനോടുമുള്ള ഒരു പുച്ഛ സ്വഭാവം, എല്ലാത്തിനോടുമുള്ള ഒരു പുച്ഛ സ്വഭാവമായിരുന്നു സഞ്ജു ടെക്കിയുടെ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ വിഷയം പുള്ളി ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല. ഇതിന്റെയൊക്കെ പുറകെ നടക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അല്ല, പുള്ളി ഉണ്ടാക്കിയ വിഷയങ്ങളാണ് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളല്ലേ. ഇനിയിപ്പോ കോടതി പോപ്പുലർ ആക്കിക്കോളും. ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 3 വട്ടം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. അതിനെപ്പറ്റി പഠിക്കുകയും വേണം. അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ അറിയുകയും വേണം. ഇന്ത്യൻ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാതിരിക്കുക. പിന്നെ ഈ ചാനലുകാർക്ക് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ കിടക്കുമ്പോൾ ഈ വിഷയവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. ഇതിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഒറ്റ ദിവസത്തെ ഇമ്പോർട്ടൻസ് ഈ ന്യൂസിനുള്ളൂ. ചിലർ ഈ വിഷയത്തെ പറ്റി എന്റെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരാളിലോട്ടും കൂടി ഇതെത്തിക്കുക.